ഞാനും പാരും കൂടി എല്ലാ ഞായറാഴ്ചയും മീറ്റ് ചെയ്തിരുന്ന സ്ഥലം. ഇപ്പൊ പാരുവിന് എന്നെ വേണ്ട, ഷിട്ടുന് മതി. ഇത് മാളയിലുള്ള ഏതൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ ഇച്ചിരി ആഴമുള്ള പുഴകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഓർമ്മകളായി ഇറക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് നേരം ഇവിടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോയി. നമ്മൾ ഷാപ്പ് കറികളില്ലേ, അപ്പോൾ എനിക്ക് ഈ ഷാപ്പ് കറികൾ വാങ്ങിത്തരാൻ വേണ്ടി പോയി. ഇത് തൃപ്പേക്കുളത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഞണ്ട് റോസ്റ്റും അതേപോലെ തന്നെ കൂന്തൽ റോസ്റ്റും പിന്നെ കാടയും പിന്നെ ഒരു സംഭവം കൂടെ ബീഫ് റോസ്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാരുദാ ഇതേപോലെ ആക്ഷൻ ഇട്ടിട്ടാണ് എന്നെ ഓരോ കറി കഴിക്കാനും പ്രേരിപ്പിക്കാറുള്ളത്. ഞണ്ട് റോസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത്. ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം പാരുക്ക് സെർവ് ചെയ്ത് തന്നു. എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, സെർവ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ സെർവ് ചെയ്യാൻ ഇഷ്ടമല്ല. കൂന്തൽ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ പേഴ്സണലി. ഇങ്ങനെ ഈ റബ്ബർ പോലെ ഇരിക്കണ സാധനം സ്വതവേ എനിക്കിഷ്ടമല്ല. പിന്നെ അപ്പം ഞാൻ ഇപ്രാവശ്യം ഒരു 3-4 എണ്ണം കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞ് തരുമായിരുന്നു കേട്ടോ വാരി. അത് ഇതൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇതെടുക്കാം. അടിച്ച് പൊട്ടിക്കുകയും അടിക്കാൻ കഴിയും. എന്നിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം തിന്നു. അതന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതാണ്ട വെച്ചിരിക്കും. അതാണ് തിന്നുന്ന സാധനം. എങ്ങനെയുണ്ട്? ടേസ്റ്റിന് പക്ഷേ കഷ്ടപ്പെടാൻ തിന്നാനായിട്ട്. എന്നാലും തിന്നാനുണ്ട്, ഇഷ്ടമായിട്ടുണ്ട് സാധനം. നല്ല തീറ്റ തന്നെ. എന്നെക്കാട്ടും കൂടുതൽ ഞാൻ ഉണ്ടെന്നുള്ള വലിയ കാര്യത്തില് ഞണ്ട് ഓർഡർ ചെയ്തതാ. പോത്തൊക്കെ